വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉപ്പുമുളകും അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണത്. അതായത് നമ്മളും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സീസൺ 1 മുതൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണിത്. തമ്മിൽ കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സിദ്ധു ഉപ്പുമുളകിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സീസൺ 1 വെറും 3-2 എപ്പിസോഡ് മാത്രമാണ് സിദ്ധു എന്നൊരു കഥാപാത്രം വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു റീഎൻട്രി തന്നെയായിരുന്നു. സീസൺ 2 ഒരുപാട് എപ്പിസോഡുകൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞെങ്കിലും അവസാനം വരെ വരാതെ തന്നെയാണ് പോയത്. ഇപ്പോൾ സീസൺ 3 ആരംഭിച്ചിട്ട് പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്ന, ഫോർ എക്സാമ്പിൾ ശ്രീകുട്ടനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് മുടിയൻ്റെയും സിദ്ധുവിൻ്റെയും ഒരു റീഎൻട്രീനാണ്. സിദ്ധുവായിട്ട് ഡെയിൻ ഡേയ്സ് തന്നെ വേണമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് സിദ്ധു ഉപ്പുമുളകും ടീമിനെ ഇപ്പോൾ റീജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു പോസ്റ്റ്, ആ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് നടക്കുന്ന ഒരു പോസ്റ്റ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തു വിട്ടിരിക്കുകയാണ് നിഷാസാരൻ. അത് ഉപ്പുമുളകും നീലുവാണ് ആ ഒരു വാർത്ത പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഉപ്പുമുളകും ആരാധകർക്ക് മുഴുവൻ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു റീഎൻട്രി ഉണ്ടായിരിക്കുന്നത്. അതും ഓണത്തിന് മുമ്പായിട്ട് തന്നെ വരുമ്പോൾ അതൊരു കളറാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു ഫോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പുമുളകും വീടുമല്ല, പടവലം വീടുമല്ല, പുതിയൊരു വീടാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സിദ്ധുവിൻ്റെ വീടായിട്ട് കാണിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ആ ഒരു വീടിൻ്റെ ആ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ചക്കപ്പഴം സിറ്റ്കോം കണ്ടിരിക്കും, മനസ്സിലായി കാണും. ആ ഒരു വീടിൻ്റെ ആ ഒരു ശൈലിയുണ്ട്. അതൊക്കെ ചിലപ്പോൾ ആ ഒരു വീട്ടിലായിരിക്കും സിദ്ധുവിൻ്റെ വീടായിട്ട് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു വീടും പശ്ചാത്തലമൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുഴിപ്പള്ളം അമ്മയും സിദ്ധുവിൻ്റെ അച്ഛനെയൊക്കെ കാണിക്കാൻ ഹൈലി ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലുള്ളത് സിദ്ധുവായിട്ട് ഡെയിൻ ഡേയ്സും ലച്ചുവും പിന്നെ നീലുവുമാണ് ആ ഒരു ഫോട്ടോയിലുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ആഗ്രഹിച്ചൊരു റീഎൻട്രി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ മാക്സിമം എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഓണത്തിന് ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലായിരിക്കും സിദ്ധു തിരിച്ചു വരിക എന്ന്. പക്ഷേ ഇപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പ്രേക്ഷകരുടെ അപേക്ഷ മാനിച്ച് ഉപ്പുമുളകും ടീമും ഫ്ലവേഴ്സും എല്ലാവരും ചേർന്ന് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒഫീഷ്യലി കൺഫേംഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുമുളകിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ഏറ്റവും വലിയ 2 റീഎൻട്രികളാണ് സിദ്ധുവും മുടിയനും. അതിൽ സിദ്ധുവിൻ്റെ സംഭവിച്ചിരിക്കുകയാണ്. മുടിയൻ്റെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഉപ്പുമുളകും സീസൺ 3 വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു റീഎൻട്രി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉപ്പുമുളകിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രേക്ഷകർ ഇത്രത്തോളം കാത്തിരുന്ന വേറൊരു കഥാപാത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. അതിന് റീസൺ ഒന്ന് തന്നെയാണ്. സിദ്ധു എന്നൊരു കഥാപാത്രത്തിന് അത്രത്തോളം ബിൽഡപ്പിലൂടെയാണ് സീസൺ 1 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടർ ചെയ്തത് ഡെയിൻ ഡേയ്സും കൂടിയായിരുന്നു. അത് ഡെയിൻ ഡേയ്സും കൂടി ചെയ്തപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഇരട്ടി ഹൈപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം സീസൺ 2 മുഴുവനും ഡെയിൻ ഡേയ്സ് തിരിച്ചു വരുമോ എന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ മഴവിൽ മനോരമയുടെ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ചാനലിലായിരുന്നു ഡെയിൻ ഡേയ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഫ്ലവേഴ്സിലോട്ട് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്നൊരു പരിപാടിയിലൂടെ ഡെയിൻ ഡേയ്സ് തിരിച്ചു വന്നു. അപ്പോഴാണ് സീസൺ 2 സിദ്ധുവിനെ കുറച്ച് റീഎൻട്രിയൊക്കെ ഉപ്പുമുളകും ടീം പ്ലാൻ ചെയ്തത്. പക്ഷേ ഡേറ്റ് ഇഷ്യൂസും കാരണമൊക്കെ ആയിട്ട് നീണ്ടു പോയി. പിന്നീട് സീസൺ 2 അവസാനിച്ചു. സീസൺ 3 ആരംഭിച്ച് ശ്രീകുട്ടനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വെറും ഒരു 50 എപ്പിസോഡ് പിന്നിടുമ്പോഴേക്കും ഇപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീഎൻട്രിക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫർദർ അപ്ഡേറ്റ്സ്, സിദ്ധുവിൻ്റെ എപ്പിസോഡ് എപ്പോഴാണ് വരിക, പുതിയ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.